നമസ്കാരം, എല്ലാവർക്കും വിൻമയ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ബർഫിയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. 3/4 കപ്പ് മൈദ, 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം, 1/4 കപ്പ് നെയ്യ്, ഒരു 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി, കുറച്ച് എസൻസ് വേണം, വാനിലയോ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അതെടുക്കുക. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ ടൂട്ടി ഫ്രൂട്ടി വേണം കുറച്ച്. പിന്നെ ഞാൻ കുറച്ച് ബദാം ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനം വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് എന്ന് പറയുന്നത് ഏകദേശം 3 ടേബിൾ സ്പൂണാണ്. നമുക്ക് 3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടാട്ടെ. മൈദ ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് എടുക്കണം. നമുക്ക് ചെറിയ ഫ്ലെയിമിൽ നമുക്കിത് റോസ്റ്റ് ചെയ്ത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അതിൻ്റെ പച്ച മണമെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓഫാക്കിയിട്ട് ഒന്ന് തണിയണം. നമുക്ക് പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇനി ഈ പഞ്ചസാര ഒന്ന് ഒരു നൂൽ പരുവം ആവുന്നവരെ നമുക്കൊന്ന് സ്ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ പഞ്ചസാര നല്ലോണം അലിഞ്ഞ് നല്ല ഒരു നൂൽ പരുവത്തിൽ ആയിട്ടുണ്ട്. നമ്മളിതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ, നൂല് പോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിയിട്ട് ഇങ്ങനെ നിൽക്കണം. ഈ ഒരു പരുവത്തിലാണ് നമ്മളിനി പൊടി ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വറുത്ത് വെച്ച മൈദയുടെ ആ കൂട്ടിട്ടിട്ട് നന്നായിട്ട് കട്ടയില്ലാണ്ട് ഇളക്കിയിട്ട് ഇതാ മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് മുമ്പ് നമ്മൾ എടുത്ത് വെച്ച എസൻസ് കുറച്ചിട്ട് കൊടുക്കണം ഇതിലേക്ക്. ഞാനിവിടെ പൈനാപ്പിൾ എസൻസാണ് എടുത്തത്. നിങ്ങളടുത്ത് എന്താ ഉള്ളത് അതെടുക്കാം നിങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ച പാൽപ്പൊടി അതും കൂടി ഇതിലിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇത് പാൽപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഇത് നല്ലോണം പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ ബർഫിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ബദാം അരിഞ്ഞു വെച്ചതും ഇട്ട് കൊടുക്കാം ഇതിൽ. അപ്പോൾ നമ്മളെ ബർഫിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിൽ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടോടുകൂടി തന്നെ ഒരു എണ്ണ തടവിയ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനൊരു എണ്ണ തടവിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണിഞ്ഞ് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വര ഇട്ട് കൊടുക്കുക. എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വര ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തണിയേ വേണ്ടു. അപ്പം നമ്മളെ ബർഫിയുടെ ഏകദേശം ഒന്ന് തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ കയ്യിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ആ ടൂട്ടി ഫ്രൂട്ടിൻ്റെ ഇതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത്. അപ്പോൾ നമ്മൾ മൈദ ബർഫിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. എല്ലാവർക്കും പെട്ടെന്ന് ഒരു സ്വീറ്റ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ വേഗം തന്നെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.